12 വയസ്സുകാരി താര എന്ന പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയാണ് വിധി. കോടതി മുറിയിൽ കേസ് അവസാനിച്ചു. പക്ഷേ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്ത ഈ നിയമവ്യവസ്ഥയുടെ കീഴിൽ ഇനി ആരാണ് സുരക്ഷിതർ? നല്ല നിയമം. ഇതിനൊന്നും പ്രതികരിക്കാൻ അവിടെ ആരുമില്ല. താരാവധക്കേസിൽ പ്രതിയല്ലെന്ന് കണ്ട് വിട്ടയച്ചയാളെ 2 പേരടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയതായി പരാതി ലഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ ഊർജിതമാക്കുക. അപ്ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി. ഓവർ. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സാറേ? അവൻ എവിടെങ്കിലും പോയി ചാവട്ടെ. ഒരു പാവം മോളെ പീഡിപ്പിച്ചു വന്നോനല്ലേ. എന്ത് ചെയ്യാനാ രമേശേട്ടാ, നമ്മളെ ജോലി ഇതായി പോയില്ലേ. വയസ്സുള്ളൊരു മോളാണോ കിട്ടിയത് കഴുപ്പ് തീർക്കാൻ? നീയൊക്കെ ഏതാടാ? നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. വേണ്ട വീട്ടേക്ക് വേണ്ട, ചെയ്യലേ വേണ്ട. വേണ്ട ചെയ്യലേ. ചിരിക്കടാ ചിരിക്കടാ നായ ചിരിക്കടാ. വിട്ടോ വിട്ടോ. ഇതിനൊക്കെ ആരെ കാലിൻ്റെ ഇടയിലേക്കാണാവോ? നിർത്തി. എങ്ങോട്ടാടാ? വീട്ടിലേക്കാ സാറേ. ലൈസൻസ് എടുത്തേ. സാർ ഡിക്കി ഓപ്പൺ ആക്കടോ. തുറക്കടോ. ചേട്ടാ സാർ എന്താ രമേശേട്ടാ? ഇതിലൊന്നുമില്ല സാറേ, വാഴക്കൊലേ. ശരി, പോട്ടെ. ശരി സാർ. വാഴക്കൊലേന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടല്ലോ രമേശേട്ടാ. എനിക്കൊരു മോളാ സാറേ. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് പോലും കേരളം. എന്നിട്ട് ആ മോക്ക് കിട്ടിയ നീതി കണ്ടില്ലേ? കോടതിക്ക് നിയമത്തിന് മാത്രമല്ല ഇവനൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഇവനൊക്കെ പച്ചയ്ക്ക് കത്തിക്കാൻ പറ്റിയ ആൾക്കാരുള്ള നാടാത്. പക്ഷെ സ്വന്തം കുടുംബത്തിലടക്കം അല്ലാതെ ഒരുത്തനൊന്നും ചെയ്യില്ല എന്ന് മാത്രം. എല്ലാവരും ചെയ്യുന്നത് എന്താ? ആ മോളെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറിയും പോസ്റ്റ് ഇടും. 2 ദിവസം കഴിഞ്ഞാൽ എല്ലാം മറക്കുകയും ചെയ്യും. ഈ സമയത്ത് ഇവനൊക്കെ നെഞ്ചും വിരിച്ച് ഈ നാട്ടിൽ കൂടെ തന്നെയാണ് നടക്കുന്നതെന്ന് ഒരുത്തനും ചിന്തിക്കുന്നില്ല. ആ മോക്ക് നീതി കിട്ടണം. കൊല്ലണം അവനെ. ശരിയാടാ. ഇനി ഒരുത്തനും ഇതൊന്നും ചെയ്യാൻ ധൈര്യപ്പെടരുത്. ആ മോൾ അനുഭവിച്ച വേദന എന്താണെന്ന് അവനും അറിയണം.